ജനസാന്ദ്രത കൂടിയിട്ടുള്ള കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിട്ട് ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു, രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഏത് സർക്കാർ ആശുപത്രിയിൽ പോയാലും അവിടെ വലിയ ആൾക്കൂട്ടം കാണും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ആ ആൾക്കൂട്ടത്തിൻ്റെ വർധനയ്ക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു. മുൻമന്ത്രി കൂടിയായ ശ്രീമതി ജേഴ്സിക്കുട്ടിയമ്മയ്ക്ക് എന്താണ് ഈ ഒരു വിഷയത്തിനെ ക്രോഡീകരിച്ചുകൊണ്ട് വികസന സങ്കല്പത്തിൽ 2030 കേരളം എന്താവണം എന്നുള്ളതിന് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്? നമസ്കാരം. കേരള വിഷൻ ഇങ്ങനൊരു ചർച്ച സംഘടിപ്പിച്ചതിൽ ആദ്യമായി നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. വ്യത്യസ്ത മേഖലകളെക്കുറിച്ചാണ് ചർച്ച. ഇപ്പോൾ ആദ്യഘട്ടം ആരോഗ്യ മേഖലയെക്കുറിച്ചാണ് പറഞ്ഞത്. ആരോഗ്യ മേഖലയെക്കുറിച്ച് പാനലിസ്റ്റുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വസ്തുത സത്യസന്ധമായി പരിശോധിച്ചാൽ ഏതൊരാൾക്ക് മനസ്സിലാകും, കേരളം ആരോഗ്യരംഗത്ത് ഇന്ത്യ രാജ്യത്തെ നമ്പർ 1 മാത്രമല്ല, കോവിഡ് കാലത്ത് ലോകത്ത് തന്നെ കേരളം അത്ഭുതമായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ഈ പേഷ്യൻസിനെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആളുകളെ മുഴുവൻ പേരെയും ശുശ്രൂഷിക്കുന്നത്. അത്ഭുതത്തോടു കൂടിയാണ് ലോകത്തെ ആശുപത്രികൾ കേരളത്തെ ഉറ്റുനോക്കിയത്. അത്രമാത്രം പ്രാഥമിക പൊതു ആരോഗ്യ രംഗത്ത് നമ്മൾ മികച്ച സംവിധാനമുള്ള സ്റ്റേറ്റായി മാറി കേരളം. അതിലെ പ്രധാനം, ഒരു പഞ്ചായത്തിൽ 5 ഡോക്ടർമാരുള്ള ഏക സ്റ്റേറ്റ് കേരളമാണ്. വേറെ ഒരിടത്തും ഇല്ല അത്രയും. ഇവിടെ നമുക്ക് ആയുർവേദ ആശുപത്രി, എല്ലാ പഞ്ചായത്തിലും ആയുർവേദ ആശുപത്രിയുണ്ട്, എല്ലാ പഞ്ചായത്തിലും ഹോമിയോ ആശുപത്രിയുണ്ട്. അലോപ്പതിയിൽ മിനിമം 2 ഡോക്ടർ അല്ലെങ്കിൽ 3 ഡോക്ടർ. 3 ഡോക്ടർ ബഹുഭൂരിപക്ഷം ഹോസ്പിറ്റലിനുണ്ട്, ഏറ്റവും കുറഞ്ഞത് 2 ഡോക്ടറുണ്ട്. അപ്പോൾ ഇത്രയും ആരോഗ്യ സംവിധാനം ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഏക സ്റ്റേറ്റാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. അവിടെ നിന്ന് തുടങ്ങി മുകളിലോട്ട് പോയാൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ മികച്ച സൗകര്യമാണ് ഇതിപ്പോൾ എല്ലാവർക്കും. ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, താലൂക്ക് ആശുപത്രി, ഇവിടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു കുണ്ട്രയൊന്ന് പോയി നോക്കണം. കുണ്ട്ര അദ്ദേഹം ഒന്ന് നോക്കൂ, ആ 7 നില കെട്ടിടം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 20-ലാണ് ഞാൻ തറക്കല്ലിട്ടതെന്ന്. അന്നത്തെ ആരോഗ്യമന്ത്രി ഷൈല ടീച്ചർ ഞാനിവിടെ ചേർന്ന്, അന്ന് കോവിഡ് സമയമായിട്ട് ഓൺലൈനായി ഞങ്ങൾ അവിടെ നിന്ന് ആണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് ഇവിടെ തറക്കല്ലിട്ടു. ഇപ്പോൾ അത് കുറച്ച് ഡിലേ ചെയ്തു. ഇന്നത്തെ ഒരു MLA ആ കാര്യത്തിൽ എത്രത്തോളം സ്പീഡപ്പ് ചെയ്തു എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഇപ്പോൾ അത് പണി പൂർത്തീകരിച്ച് കഴിഞ്ഞ് ഏത് നിമിഷവും ഉദ്ഘാടനം ചെയ്യാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. 7 നില കെട്ടിടം പൂർത്തീകരിക്കുകയാണ്. 70 കോടി രൂപ കിഫ്ബിയുടെ പണമാണ്. കൃത്യമായി പൂർത്തീകരിച്ചു. പുനലൂർ താലൂക്ക് ആശുപത്രി, കടയ്ക്കൽ താലൂക്ക് ആശുപത്രി, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി, കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി, ഇവിടെ എല്ലാം മികച്ച സൗകര്യമുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജ് ESI മെഡിക്കൽ കോളേജ് ആയിരുന്നു അത്. കേന്ദ്ര ഗവൺമെൻറ് ESIക്ക് ഇനി മെഡിക്കൽ കോളേജ് വേണ്ട എന്നങ്ങ് പ്രഖ്യാപിച്ചു, ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. ആ സമയമാണ്, അന്ന് ഇവിടെയും വേണ്ട എന്ന് തീരുമാനിക്കുന്ന സമയമാണ് ഗുരുദാസ് റാവ് തൊഴിൽവകുപ്പ് മന്ത്രിയും ഒക്കെ ആയിരുന്ന ഘട്ടത്തിലാണ് കൊല്ലത്ത് ഈ ESI മെഡിക്കൽ കോളേജ് വന്നതെങ്കിൽ പിന്നെ അത് അടച്ചുപൂട്ടാൻ പോയി. പിന്നീട് 1ാം പിണറായി ഗവൺമെൻറ് കാലത്ത് ശൈലജയുടെ കാലത്താണ് ആ മെഡിക്കൽ കോളേജിന് എല്ലാ സൗകര്യവും ഉറപ്പാക്കി മികച്ച മെഡിക്കൽ കോളേജാണ് ഉയർത്തിയത്. ഇപ്പോൾ എല്ലാം പൂർത്തീകരിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, കാർഡിയോളജി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വേണം അവിടെ. എന്നാൽ ഇന്ന് മെഡിക്കൽ കോളേജിൻ്റെ 600 ചില്ലുവാനം പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു പുതുതായി. കുറേയധികം സൗകര്യങ്ങൾ അവിടെ ഒരുക്കി. അത് പോരാ, ഇനിയും കുറച്ച് കൂടുതൽ സൗകര്യം നമ്മുടെ കൊല്ലം മെഡിക്കൽ കോളേജിന് വേണം. ഇനിയും ഒരു മെഡിക്കൽ കോളേജ് എന്നതിൻ്റെ ആവശ്യമല്ല വേണ്ടത്, മുക്കിനും മെഡിക്കൽ കോളേജല്ല വേണ്ടത്. ഉള്ള മെഡിക്കൽ കോളേജിൽ കൂടുതൽ സ്റ്റാഫിനെ വെച്ച് കൂടുതൽ സൗകര്യം ഉറപ്പാക്കാനാണ് വേണ്ടത്. ഇന്ന് കൊല്ലം ജില്ലയ്ക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൂടാതെ വീണ്ടുമുണ്ട് 2 മെഡിക്കൽ കോളേജ്. 2 അസിസിയ മെഡിക്കൽ കോളേജുണ്ട്, പിന്നെ ഇവിടെ നമ്മുടെ മെഡിസിറ്റി ഉണ്ട്. അങ്ങനെ മെഡിക്കൽ കോളേജ് കേരളത്തിൽ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ മെഡിക്കൽ കോളേജുകളുണ്ട്. ഇനിയൊരു പുതിയ മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യമില്ല. ഉള്ളതിനെ സൗകര്യപ്പെടുത്തുക. താലൂക്ക് ആശുപത്രികളെല്ലാം മികച്ചതായി മാറി. ജില്ലാ ആശുപത്രിയിൽ ഇവിടെ ബിന്ദുകൃഷ്ണ പറഞ്ഞു ആൾ കൂടുന്നു. കറക്റ്റാണ്. എന്താ ആൾ കൂടുന്നത്? മികച്ച സേവനം അവിടെ കിട്ടുന്നു എന്നതുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ ആളുകൾ ജില്ലാ ആശുപത്രിക്ക് പോകുന്നു. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ അടുത്ത കാലത്ത് അവിടെ പോയി. അപ്പോൾ അവിടെ നേരത്തെ 100-150 പേരെ വരുന്നുള്ളൂ. ഇപ്പം 300-350 പേരാണ് ഒരു ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അവിടെ വരുന്നത്. കാരണം എന്താ? ചാർജ് വളരെ കുറവാണ്, മികച്ച സൗകര്യമാണ്. അപ്പോൾ ആളുകൾ ക്യൂ നിന്ന്
100 പേര് വരേണ്ടടുത്ത് 3 ഇരട്ടിയിലേറെ ആൾ വരുന്നു എന്നത് അവിടെ സൗകര്യം ഇല്ലാത്തത് കൊണ്ടല്ല, മികച്ച സൗകര്യത്തിൻ്റെ തെളിവാണ് കൂടുതൽ ആളുകൾ ആശുപത്രിയെ ആശ്രയിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് അതിനെ അങ്ങനെയാണ് കാണേണ്ടത്. എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. ജില്ലാ ആശുപത്രി ഏറ്റവും മികവിൻ്റെ കേന്ദ്രമായി. കൊല്ലത്ത് കോവിഡ് കാലത്തൊക്കെ അവർ എത്ര സ്ട്രെയിൻ എടുത്താണ് ആ ഡോക്ടേഴ്സ് പ്രവർത്തിച്ചത്. നല്ല തരത്തിൽ പ്രവർത്തിക തരത്തിലേക്ക് വന്നു. ഇപ്പോൾ ഞാൻ ഈ സുഹൃത്തുക്കളോടെല്ലാം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ തൊട്ട അയലത്ത് താമസിക്കുന്നവരോടൊന്ന് പോയി ചോദിക്കണം. ഇപ്പോൾ എൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന ഒരു ഹാർട്ട് പേഷ്യൻ്റ്, അയാൾ എല്ലാ മാസവും കുണ്ട്ര താലൂക്ക് ആശുപത്രിയിൽ 1-ാം തീയതി പോകും. 30-ാം തീയതി വരെയുള്ള എല്ലാ മരുന്നും, ഒരു പച്ചക്കറി വാങ്ങിക്കൊണ്ട് വരുന്ന കണക്ക് ഒരു കിറ്റിനകത്താണ്, വലിയ കവറിനകത്താണ് ഈ മരുന്ന്. എന്താ ചോദിച്ചാൽ 1 മാസത്തെ മരുന്നാണ്, സൗജന്യമായി കൊടുക്കുകയാണ്. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഈ തരം പേഷ്യൻറ്റിന് കൃത്യമായി 1 മാസത്തേക്കുള്ള മരുന്ന് മുൻകൂറായി കൊടുക്കുന്ന സ്ഥിതി എല്ലാ താലൂക്ക് ആശുപത്രികളിലുമുണ്ട്, PHCകളിലുമുണ്ട്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ അയലത്തുള്ള ഒരു പേഷ്യൻറ്റിനോട് പോയി ചോദിക്കൂ അവരുടെ മരുന്ന് എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. നേരിട്ട് അവർക്ക് കിട്ടുന്നു സൗജന്യമായി എല്ലാ താലൂക്ക് ആശുപത്രിയിൽ നിന്നും. 1 മാസത്തേക്ക് മുൻകൂർ കൊടുക്കുക, അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. ഞാൻ ഈ അടുത്ത സമയങ്ങളിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഒരു അമ്മച്ചി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, കുഞ്ഞ് ഒരു കാര്യം രക്ഷപ്പെട്ടു, ആശുപത്രിയിൽ ചെന്നാൽ സർക്കാർ ആശുപത്രി മരുന്നുണ്ട്. പണ്ട് മരുന്നില്ലായിരുന്നു, ഇപ്പം മരുന്നുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇനി എത്ര രാഷ്ട്രീയ വിവാദം നമ്മൾ ഉണ്ടാക്കാൻ പോയാലും ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ആശുപത്രികൾ മികവിൻ്റെ കേന്ദ്രമായി, ജനങ്ങളുടെ ആശാ കേന്ദ്രമായി മാറി. പക്ഷേ ചിലപ്പോൾ മരുന്നുകൾ, ചില മരുന്നുണ്ടാവില്ല, അതിന് ഉള്ള സൗകര്യം വീണ്ടും ഒരുക്കും. കുറ്റമറ്റതല്ലല്ലോ എല്ലാം. പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് ഒരു 10 വർഷത്തിന് മുമ്പുള്ള ആശുപത്രിയാണോ ഇന്നത്തെ കേരളത്തിലെ ആശുപത്രി, കൊല്ലത്തെ ആശുപത്രികൾ? എല്ലാ ആശുപത്രികളും മികവിൻ്റെ കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, രോഗപ്രതിരോധത്തിൽ ഊന്നിയാണ് നമ്മുടെ ആരോഗ്യ നയം. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ ഉച്ച കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ഫീൽഡിലാണ് പോകുന്നത്. സ്കൂളുകളിൽ സ്കൂൾ ഹെൽത്ത് നേഴ്സ് ഉണ്ട്. വികസിത രാജ്യങ്ങളുടെ സ്റ്റൈലാണത്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സ്കൂളുകൾക്ക് സ്കൂൾ ഹെൽത്ത് നേഴ്സ് ഉണ്ട്. കേരളത്തിലുണ്ട് ഇത്. കുഞ്ഞുങ്ങളുടെ ശൈലീ രോഗങ്ങളെ മുൻകൂട്ടി കാണാൻ, അത് കണ്ടെത്തി രോഗപ്രതിരോധത്തിൽ ഊന്നിയ നമ്മുടെ പുതിയ തലമുറയെ രോഗപ്രതിരോധത്തിൽ ഊന്നിയ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ കഴിയുന്ന ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടാണ് കേരള ഗവൺമെൻറ്റിനുള്ളത്. അത് സ്കൂൾ തൊട്ട് പ്രൈമറി ഹെൽത്ത് സെൻ്റർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് എത്ര കണ്ണടച്ച് ഇരുട്ടാക്കിയാലും ജനങ്ങൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ വസ്തുത എന്നതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, മികച്ചതായി കേരളത്തിൻ്റെ ആരോഗ്യരംഗം മാറിയിരിക്കുന്നു. അതിൽ പൊതു ആരോഗ്യരംഗമാണ് നമ്പർ 1 ഉയർന്നിരിക്കുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റിയും, ഇപ്പോൾ കൊല്ലത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റിയെ കുറിച്ച് പറഞ്ഞു, ESIയുടെ കീഴിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്. അവിടെ സ്പെഷ്യാലിറ്റി, നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന ഹോസ്പിറ്റലിൻ്റെ പേര്. ഏത് രോഗികളെയും ഉടനെ മെഡിക്കൽ കോളേജിലേക്ക് വിടും, അല്ലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വിടും. ആ സൂപ്പർ സ്പെഷ്യാലിറ്റി കശുവണ്ടി തൊഴിലാളികൾക്ക്, ഇപ്പം എൻ്റെയൊക്കെ ഒരു സ്ഥിരം ജോലി അവിടുന്ന് ആളുകളെ റെഫർ ചെയ്യുമ്പോൾ മെഡിക്കൽ കോളേജ് വിളിയാണ്. അപ്പോൾ ഇവിടെ വിളിച്ചു ചോദിക്കുമ്പോൾ ചിലർ നമ്മൾ വീണ്ടും വിളിക്കുമ്പോൾ അവർ തിരിച്ചു പിടിക്കും. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആയി പ്രവർത്തിക്കുന്നില്ല? അവിടെ മെഡിക്കൽ കോളേജൊന്നും വേണ്ട, സൂപ്പർ സ്പെഷ്യാലിറ്റി ആയി പ്രവർത്തിച്ചാൽ തന്നെ തൊഴിലാളികൾക്ക് ആശ്വാസമാണ്. അതൊരു റഫറൽ ആശുപത്രിയായി ഇന്ന് മാറുന്നു എന്നതാണ് ഏറ്റവും വലിയ ഗൗരവതരമായ പ്രശ്നം. അതുകൊണ്ട് ഈ സൗകര്യങ്ങളെല്ലാം, അവിടെയുള്ള സൗകര്യങ്ങൾ കൃത്യമായി അത് ഉപയോഗിച്ചാൽ തന്നെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാണ്. അതുകൊണ്ട് പുതിയ മെഡിക്കൽ കോളേജുകൾ, പുതിയ എന്നതല്ല, സ്റ്റാഫ് ഓരോ ഹോസ്പിറ്റലിലും കൂടുതൽ മെഡിക്കൽ കോളേജിലാണെങ്കിലും ജില്ലാ ആശുപത്രിയിലാണെങ്കിലും താലൂക്കിലാണെങ്കിലും സ്റ്റാഫിനെ കൂടുതൽ വെക്കേണ്ടി വരും. അങ്ങനെ വെച്ചുകൊണ്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് വേണ്ടത്. പശ്ചാത്തല സൗകര്യം കേരളത്തിൽ ആവശ്യത്തിലേറെ ഇന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ മികവിലേക്ക് പോകാൻ, കൂടുതൽ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുക എന്നതിലേക്കാണ് നമുക്ക് പോകുന്നത്. പശ്ചാത്തല സൗകര്യത്തെ ഫലപ്രദമായിട്ട് ക്രിയാത്മകമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് 2030 ലക്ഷ്യം വെക്കുക എന്നാണ് ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ സൂചിപ്പിച്ചിട്ടുള്ളത്.